ഏവർക്കും നമസ്കാരം. BBC ന്യൂസിന്റെ വർത്തമാനം പരിപാടിയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മോടൊപ്പം ഉള്ളത് തൊടുപുഴയുടെ സാമൂഹിക, സാംസ്കാരിക, സാമ്പത്തിക, സഹകരണ മേഖലകളിലും കൃഷി, ബിസിനസ്, രാഷ്ട്രീയ മേഖലകളിലുമെല്ലാം തൻ്റെതായ വ്യക്തിമുദ്ര പതിപ്പിച്ചിട്ടുള്ള, ഇന്നും സജീവമായി ഈ മേഖലകളിലെല്ലാം പ്രവർത്തിക്കുന്ന, നിറചൈതന്യമായി നിലകൊള്ളുന്ന, കരിന്തുരുത്തൽ മത്തച്ഛൻ എന്നുകൂടി അറിയപ്പെടുന്ന ശ്രീ KJ മാത്യു കല്ലറയ്ക്കൽ അവറുകളാണ്. അദ്ദേഹത്തെ നാം എല്ലാവരും വിളിക്കുന്നത് മാത്യു സാർ എന്നാണ്. അദ്ദേഹത്തെ BBC ന്യൂസിന്റെ ഈ വർത്തമാനം പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. സാർ, ഈ ഒരു ചർച്ചയിൽ, ഈ ഒരു സംഭാഷണത്തിൽ അങ്ങയുടെ ബാല്യ കൗമാര യൗവനങ്ങളുടെ കടന്നു നീങ്ങി അങ്ങയുടെ ജീവിതയാത്രയിൽ സംഭവിച്ചിട്ടുള്ള അനുഭവങ്ങളും അറിവുകളും തൊടുപുഴയിലെ മറ്റു പ്രദേശങ്ങളിലെയും പ്രേക്ഷകരുമായി പങ്കുവയ്ക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് നമ്മൾ ഈ വർത്തമാനം പരിപാടി ആരംഭിക്കുന്നത്. യഥാർത്ഥത്തിൽ ശ്രീ കല്ലറയ്ക്കൽ KJ മാത്യു ആരാണ്, എവിടെയാണ് പിറവി, അങ്ങയുടെ ബാല്യകാല ജീവിതം, അങ്ങയുടെ സ്കൂൾ വിദ്യാഭ്യാസം, കോളേജ് വിദ്യാഭ്യാസം, ഇവയെല്ലാം ഒന്ന് വ്യക്തമാക്കാമോ? അനുഭവങ്ങളും മറ്റു കാര്യങ്ങളും പറഞ്ഞപ്പോൾ പാളിച്ചകളെ പറ്റി നിങ്ങൾ ചോദിച്ചില്ല, അതും പറയാമല്ലോ സാർ. അത്തരം കാര്യങ്ങൾ നമ്മൾക്ക് ചർച്ച മുന്നോട്ട് നീങ്ങുമ്പോൾ നമ്മൾ അത്തരം കാര്യങ്ങളും സംസാരിക്കാവുന്നതേ ഉള്ളൂ. ഇപ്പോൾ നമ്മൾക്ക് ആ ഒരു ചട്ടക്കൂടിൽ ഉള്ളിൽ നിന്നുകൊണ്ട് മുന്നോട്ട് നീങ്ങാം. ഞാൻ 1935 മാർച്ച് 8 അതായത് കൊല്ലവർഷം 1110 കുംഭം 24 ഈ വീട്ടിൽ ജനിച്ചു. ഇത് നിങ്ങൾക്കറിയാമല്ലോ, തുടങ്ങനാട്. തുടങ്ങനാട് തൊടുപുഴ താലൂക്കിലെ മുട്ടം വില്ലേജിലെ ഒരു കൃഷിക്കാർ തിങ്ങി കൂടി ജീവിക്കുന്ന ഒരു പ്രദേശമാണ്. ഞങ്ങൾ പിതാക്കന്മാരായിട്ട് അല്ലെങ്കിൽ കാരണവന്മാരായിട്ട് ഏതാണ്ട് 1890 ശേഷം 1900 ആരംഭത്തിൽ പാലായിൽ നിന്ന്, പ്രത്യേകിച്ച് പാലാ കാനാട്ടുപാറ നിന്ന് ഇങ്ങോട്ട് കുടിയേറിയ ആളുകളാണ്. അതായത് പാല കിഴതടിയൂരിനും മുണ്ടാങ്കലിനും ഇടയിലുള്ള പ്രദേശം കാനാട്ടുപാറ. അതായത് ആ പാലാങ്ങാടിയോട് ചേർന്നുള്ള സ്ഥലം. കാരണവന്മാർ സാധാരണ ഈ കാനാട്ടുപാറയിൽ നിന്ന് താഴോട്ടിറങ്ങി അവിടെ ഒരു ഗവൺമെൻറ് സ്കൂൾ ഉണ്ടായിരുന്നു. അവിടെ പഠിച്ചിട്ടുള്ളവരാണ് എല്ലാവരും തന്നെ. 4ാം ക്ലാസ് വരെ ഉള്ളെന്ന് തോന്നുന്നു, 4ഓ 5ഓ. എന്നിട്ട് താഴെ അങ്ങാടിയിൽ ഇറങ്ങിയാൽ, അങ്ങാടി എന്ന് പറഞ്ഞാൽ പാലാങ്ങാടി എന്ന് പറഞ്ഞാൽ പ്രധാന സ്ഥലം അങ്ങേയറ്റം കൊട്ടാരം മറ്റം എന്ന് പറയുന്ന ഒരു ഏരിയ ആയിരുന്നു. അതൊരു മറ്റമാണ്. അവിടെ വിശാലമായ മറ്റം, അവിടെ കളിക്കാൻ ഇഷ്ടംപോലെ സ്ഥലമുണ്ട്. സാധാരണ ചെറുപ്പക്കാരായ പിള്ളേരെ രാവിലെ വീട്ടിൽ നിന്ന് എന്തെങ്കിലും കഴിച്ചതിന് ശേഷം, മിക്കവാറും പഴങ്കഞ്ഞി ആയിരിക്കും അല്ലെങ്കിൽ പനയായിരിക്കും, കഴിച്ചതിന് ശേഷം അങ്ങാടി കൂടുകയും അല്ലെങ്കിൽ കൊട്ടാരമറ്റത്തിൽ കൂടുകയും അവിടെ പ്രധാനമായിട്ടും ആരോഗ്യമുള്ള ചെറുപ്പക്കാർ വട്ടുകളി എന്ന് പറഞ്ഞൊരു കളിയുണ്ടായിരുന്നു അന്നത്തെ കാലത്ത്. വട്ടെന്ന് പറഞ്ഞാൽ ഈ ഇല പൊതിഞ്ഞിട്ട് അതിന് ചുറ്റും പാള പൊതിഞ്ഞ് അതിന് ചുറ്റും പാളയുടെ വള്ളി കൊണ്ട് മുറുക്കി നല്ല ബലവത്താക്കി, ഇന്നത്തെ ക്രിക്കറ്റ് പന്ത് പോലെ മുറുക്കി കെട്ടി ആക്കിയ ഒരു സാധനമാണ്. ആ പന്ത് ഒരറ്റത്ത് നിന്ന് പറഞ്ഞാൽ അമേരിക്കൻ ബേസ്ബോൾ പോലെ ഒരത്തിൽ നിന്ന് ഒരുത്തൻ നീങ്ങും. അവന് അവിടെ നിന്നൊരു 100 മീറ്റർ അകലെ വരെ ഓടും. ആ ഓട്ടത്തിൽ അങ്ങേയറ്റത്ത് വഴിക്ക് എല്ലാം
പിടിക്കാനുള്ള ആളുകൾ അപ്പോൾ കാണും. അങ്ങ് സംസാരിക്കുന്നത് അങ്ങയുടെ മാതാപിതാക്കളുടെ കാലവും അങ്ങയുടെ ആ. സഹോദരന്മാരുടെ മുതിർന്ന സഹോദരന്മാരുടെ എൻ്റെ അപ്പൻ്റെ കാര്യമായി പറയുന്നത്. കാര്യങ്ങളാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ശരി. എൻ്റെ അപ്പൻ്റെ കാര്യമാണ് പറയുന്നത്. അപ്പൻ ഒരു വട്ടുകളിക്കാരനായിരുന്നു, ഉവ്വ. വട്ടുപിടുത്തക്കാരനായിരുന്നു. ശരി. എന്ന് പറഞ്ഞാൽ ചെറുപ്പത്തിൽ അദ്ദേഹത്തിൻ്റെ തൊഴിൽ ഒരു 18 വയസ്സ് വരെ ഈ കൂട്ടുകൂടി അവിടെ വട്ടുപിടുത്തമൊക്കെ ആയിരുന്നു. വീട്ടിൽ നിന്ന് ഭക്ഷണം കഴിച്ചങ്ങനെ പോകും. അങ്ങനെ തൊഴിലില്ലാത്ത ചെറുപ്പക്കാരായിരുന്നു എല്ലാം തന്നെ അന്നും. അതെല്ലാം ചെറുകിട കൃഷിക്കാരായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. വൻകിട കൃഷിക്കാർ വളരെ ചുരുക്കമേ ഉള്ളൂ. അന്ന് കാനാട്ടുപാറയിലുള്ള കുടുംബങ്ങൾ, അങ്ങയുടെ ഓർമ്മയിലുള്ള കുടുംബങ്ങൾ ഏതെല്ലാമാണ്? പറഞ്ഞു കേട്ടിട്ടുള്ളത് ഞങ്ങൾ കല്ലറയ്ക്കൽ കുടുംബം, കാനാട്ട് കുടുംബം, കുമ്മിണിയിൽ കുടുംബം, കല്ലറ, കാനാട്, കുമ്മിണി ഇങ്ങനെ അടുപ്പുകല്ല് പോലെയുള്ള വീടായിരുന്നെന്നും അതിന് ഉപവീടുകൾ വേറെ പലതുണ്ടായിരുന്നെന്നും കാനാട്ടുകാർ പലരുണ്ടായിരുന്നു, കല്ലറയ്ക്കക്കാർ പലരുണ്ടായിരുന്നു. ഇങ്ങനെ വൈഡ് സ്പ്രെഡായിട്ട് കിടന്നിരുന്ന വീടുകളാണ്. അവിടുത്തെ കാരണവന്മാരെന്തെങ്കിലും കൃഷിപ്പണിക്കും മറ്റു കാര്യങ്ങൾക്കൊക്കെ പോകുമ്പോൾ പിള്ളേരിങ്ങനെ കളിച്ച് നടക്കും. അങ്ങനെ കളിച്ച് നടന്ന ഒരാളാണ് എൻ്റെ പിതാവ്. അത് ഒരു കളിയിൽ നിന്ന് അങ്ങനെ മോശമാണെന്ന് തോന്നിയപ്പോഴും അന്ന് 16 വയസ്സായപ്പോൾ കല്യാണം കഴിപ്പിക്കും എന്നുള്ളതോടെ ഓർക്കണം. അപ്പോൾ അതിന് കല്യാണം കഴിച്ചിട്ടും പിന്നെയും വട്ടുകളി തൊഴിൽ. അങ്ങനെ ഇരുന്നപ്പം പാലക്കാരുടെ ആ സ്വഭാവം അനുസരിച്ച് തന്നെ കുടിയേറി എവിടെയെങ്കിലും മണ്ണ് കിട്ടിയാൽ ജോലി ചെയ്യാനുള്ള മാർഗ്ഗമുള്ളൂ, അല്ലെങ്കിൽ പണിയത് എന്തെങ്കിലും ജീവിതമാർഗം ഉണ്ടാക്കാനുള്ള മാർഗ്ഗമുള്ളൂ എന്നുള്ള ചിന്താഗതിയിൽ ആദ്യത്തെ കുടിയേറ്റം അവിടെ നിന്ന് ഒരു 5 കിലോമീറ്റർ കിഴക്കോട്ട് മാറി പയപ്പാർ എന്ന് പറഞ്ഞൊരു സ്ഥലമാണ്. ഇപ്പോൾ നമ്മൾ കാണുന്ന പാലാ തൊടുപുഴ റൂട്ടിലുള്ള വളവിൽ കാണുന്ന വീടുകളും കാര്യങ്ങളും ഒക്കെ കാണുന്നല്ലോ. ശരി. അതൊക്കെ ഞങ്ങളുടെ ആളുകളുടെ വീടുകളാണ്. അത് ആ പയപ്പാറ്റിലേക്കായിരുന്നു അന്ന് കുടിയേറിയത്. അത് ഇപ്പോൾ കണ്ട അറിഞ്ഞുകൂടാ, മനസ്സിലാകില്ല. അത് മലകളായിരുന്നു അതൊക്കെ. ആ മല വെട്ടി അവിടെ ആയിരുന്നു ആദ്യത്തെ കൃഷി. അത് കഴിഞ്ഞ് അവിടെ നിന്ന് ഒരു 5 വർഷം കഴിഞ്ഞതിന് ശേഷമാണ് എൻ്റെ പിതാവ് അദ്ദേഹം കാണിച്ച കരിന്തുരുത്തേൽ പറമ്പ് എന്ന് പറഞ്ഞാൽ ഈഴവരുടെ ആയിരുന്നു ആ പറമ്പ്. വലിയ തോടിൻ്റെയും പാറ, അവിടുത്തെ ഒരു തോടുണ്ട്, വലിയ തോടെന്നാണ് പറയുന്നത്, അതിൻ്റെ ഇടയ്ക്കുള്ള ഒരു സ്ഥലമായിരുന്നു ഈ കരിന്തുരുത്തേൽ പറമ്പ്. അവിടെ നിന്ന് മറ്റ് ആളുകളുമായിട്ട് കൂട്ടുകൂടി ഏതാണ്ട് ഒരു 10-15 പേര് ഫ്രണ്ട്സ്, കിഴക്കേക്കര കുടുംബക്കാർ, കല്ലറയ്ക്കൽ കുടുംബക്കാർ, ഞങ്ങൾ കല്ലറയ്ക്കൽ കുടുംബക്കാർ തന്നെ ഒരു 10 പേരെങ്കിലും ഉണ്ടായിരുന്നെന്ന് എനിക്ക് തോന്നുന്നു. അതിലൊരാളായിരുന്നു അപ്പൻ. പിന്നെ കിഴക്കേക്കര ഒരു കുടുംബം, വലിയ താടി, കൊച്ചുതാടി, വർക്കി എന്നൊക്കെ പറഞ്ഞ കുറേ ആളുകളും കൂടെ കൂടിയാണ് ഇവിടെ വന്ന് തുടങ്ങനാട് വന്ന് സ്ഥലമെടുത്ത്. എടുക്കുന്നതിന് മുമ്പ് തന്നെ അവർ ഈ കാട്ടുപ്രദേശം വന്ന് കണ്ടുമുട്ടി. ഇത് ആനയും പുലിയും ഒക്കെയുള്ള കാട്ടുമൃഗങ്ങളൊക്കെ ഉള്ള സ്ഥലമായിരുന്നു. പക്ഷേ 200 വർഷം മുമ്പ് ഇവിടെ മനുഷ്യവാസം ഉണ്ടായിരുന്നു. അതിൻ്റേതായ ചില കെട്ടിടങ്ങളുടെ ഭാഗങ്ങളും കുളങ്ങളും ക്ഷേത്രത്തിൻ്റെ കല്ലുകളും ഒക്കെ ഇപ്പോഴും ഇവിടെ കാണാറുണ്ട്. ഒരു വലിയ കുളം 30 അടി 10 അടി വീതി, 30 അടി നീളം, 25 അടി വീതിയുള്ള ഒരു കുളം ഞാനിപ്പോഴും പ്രിസർവ് ചെയ്തിട്ടുണ്ട്, ഇവിടെ ഉണ്ട്. അത് പോത്തിനെ കുളിപ്പിക്കാനായിട്ട് സൈഡിൽ കൂടെ ഒരു ചാലി വെട്ടി കുളിപ്പിച്ചുകൊണ്ടിരുന്ന സ്ഥലമാണ് അത്. അങ്ങനെ ഈ സ്ഥലമൊക്കെ കണ്ടതിന് ശേഷം 1900 ആരംഭഘട്ടങ്ങളിലാണെന്ന് തോന്നുന്നു ഈ സ്ഥലം 152 ഏക്കർ സ്ഥലം എല്ലാവരും കൂടെ കമ്പനി കൂടി ഇവിടെ ചാലപ്പാട്ട് കൈമൾമാരുടെ പേരിൽ നിന്ന് എഴുതി വാങ്ങിച്ചു. ചാലപ്പാട്ട് കൈമൾമാരായിരുന്നു ഈ തുടങ്ങാട് ഭാഗത്തെ മുഴുവൻ സ്ഥലത്തിൻ്റെ ഉടമസ്ഥകളും ഇവിടെ പണ്ട് താമസിച്ചിരുന്നവരും. അവരിവിടെ പണ്ട് 200 വർഷം മുമ്പ് വസൂരി വന്ന് നശിച്ചു പോയി, എല്ലാ ആളുകളും ചത്തുകെട്ട് പോയി. ഏതായാലും അവർ പോയി കഴിഞ്ഞപ്പോൾ ഇത് വീണ്ടും കാടായി. മരത്തോട് ചേർന്നുള്ള സ്ഥലമാണ്. ഇങ്ങനെ അങ്ങേവശം കുടയത്തൂർ, അല്ലിക്കല്ല്, അങ്ങോട്ട് പോയാൽ മേലുകാവ്, പിന്നെ കിഴക്കൻ പ്രദേശങ്ങൾ ഒക്കെ പോയാൽ വനമാണല്ലോ. കാട്ടുമൃഗങ്ങൾ വന്നു, ഇവിടെ ആനയും മറ്റു കാര്യങ്ങളെല്ലാം ഉണ്ട്. അന്ന് വീണ്ടും കാടായി. ആ കാട് വന്നാണ് സ്ഥലങ്ങൾ വാങ്ങിച്ചത്. അത് അപ്പോൾ അങ്ങ് സ്വയം വിശേഷിപ്പിക്കുക, അങ്ങയുടെ മാതാപിതാക്കന്മാർ ഒരു കാർഷിക കുടിയേറ്റക്കാർ എന്ന നിലയിൽ തന്നെയാണോ? അങ്ങനെ തന്നെ കുടിയേറ്റക്കാർ ഞങ്ങളുടെ രക്തത്തിലുള്ളതാണ്. ഈ പാലക്കാരെന്ന് പറഞ്ഞാൽ കുടിയേറ്റക്കാർ തന്നെ കൂട്ടിയാൽ മതി. ഇപ്പം വേറെ പല വിഭാഗത്തിലും പിന്നെ നമ്മുടെ ഈ മോഹൻലാലിൻ്റെ പടങ്ങൾ എഴുതിയ
ഒന്നാമത്തെ അതിൻ്റെ ഭദ്രനെ പോലെയുള്ള ആളുകളൊക്കെ ഞങ്ങളുടെ പാലക്കാരാണ്, അല്ലെങ്കിൽ പാട്ടുകാർ പാലക്കാരാണ്, മാൻസാറിനെ പോലെയുള്ള രാഷ്ട്രീയക്കാർ ഇവരൊക്കെ പാലക്കാരാണെങ്കിൽ തന്നെ ഇതെല്ലാം കുടിയേറ്റവും കൃഷിയും ആയിരുന്നു അവരുടെ മെയിൻ. കുടിയേറ്റ പാരമ്പര്യമുള്ള അങ്ങയുടെ ബാല്യകാലം എപ്രകാരമായിരുന്നു? ബാല്യകാലം ഞാൻ ജനിച്ചത് 1935 ഞാൻ പറഞ്ഞല്ലോ. അത് കഴിഞ്ഞ് ജനിച്ചു, ഇവിടെ വളർന്നു. ശൈശവത്തിൽ തന്നെ എൻ്റെ അമ്മയുടെ 11ാമത്തെ സന്തതിയായിരുന്നു ഞാൻ. 11ാമത്തെ പ്രസവത്തിലാണ് ഞാനുണ്ടായത്. എനിക്ക് മുന്നം ഉണ്ടായവരിൽ 3 പേര് പോയി, ശിശുമണ്ഡലം തന്നെയാണ്. അപ്പോൾ ബാക്കിയുള്ള ഞങ്ങൾ 8 പേര് വളർന്നു. അതിൽ ആൺകുട്ടികൾ 5 പേരും പെൺകുട്ടികൾ 3 പേരും. അതിൽ ഏറ്റവും ഇളയതായിരുന്നു ഞാൻ. എനിക്കൊരു 14 വയസ്സിന് മുമ്പ് എൻ്റെ ചേട്ടന്മാർ ഇവിടുന്ന് തന്നെ, മൂത്ത ചേട്ടന്മാർ 2 പേരും എൻ്റെ മൂത്ത പെങ്ങളെ കല്യാണം കഴിച്ച ഒരാളും കൂടി കിഴക്ക് കരിമണ്ണൂരിൻ്റെ ഇതൊക്കെയുള്ള അല്ല കിഴക്ക് ഭാഗത്തുള്ള ചിലവുമലയുടെ അങ്ങേയറ്റം ഊരാളിമാർ താമസിച്ചിരുന്ന കുടികൾ അവിടുത്തെ സ്ഥലങ്ങൾ പോയി അവരോട് വാങ്ങിച്ച്, പറമ്പകാട്ടുമലയുടെ അങ്ങേറ്റം പോയി അവരോട് വാങ്ങിച്ച് തെരുവ് കൃഷി ചെയ്തതായിട്ട് കേട്ടിട്ടുണ്ട്. ഞാൻ ജനിക്കുമ്പം ഞാൻ അവരൊന്നും ഓർമ്മയുള്ളപ്പോൾ അവരൊന്നും ഇവിടെ ഇല്ല. അപ്പോൾ അവർ അന്ന് മുതലേ അവിടെ കയറി. അപ്പം ഞാനിവിടെ 5 വയസ്സായപ്പോൾ എനിക്കിവിടെ ചാലപ്പാട്ട് എന്ന് പറഞ്ഞൊരു കളരി ഉണ്ടായിരുന്നു. കളരി എന്ന് പറഞ്ഞാൽ നിലത്തെഴുത്ത് കളരി, വലിയ അടുത്താണ് പുറകിൽ വസ്തു. അങ്ങനെ തന്നെ നിലത്തെഴുത്ത് പഠിപ്പിച്ചു. അത് കഴിഞ്ഞ് ചിന്തം വരെ നടത്തി. അതും കഴിഞ്ഞ് പിന്നെ കുറച്ചുകൂടെ മാറി ഈ കാക്കൊമ്പെന്ന് പറഞ്ഞ സ്ഥലത്ത് ഒരു ചെറിയ കളരി ഉണ്ടായിരുന്നു. അവിടെ ഒരു സാറ് പുസ്തകത്തിൽ വെച്ച് പഠിപ്പിക്കുമായിരുന്നു 1ാം പാഠം. ചെമ്പകശ്ശേരി കൊച്ചേട്ടൻ എന്ന് പറയുന്ന, കൊച്ചേട്ടനല്ല, സാറിൻ്റെ പേര് ഞാൻ മറന്നുപോയി, അനിയൻ്റെ പേര് കൊച്ചേട്ടൻ. അതായിരുന്നു ഞങ്ങളെ പഠിപ്പിച്ചിരുന്നത്. എൻ്റെ കൂടെ അന്ന് പഠിച്ചിരുന്ന ആളുകളെ പലരും ഞാൻ ഓർക്കുന്നുണ്ട്, പക്ഷേ ആരും ജീവിച്ചിരിപ്പില്ല. പ്രധാനമായിട്ട് എല്ലാവരും അറിയപ്പെടുന്ന ഒരാൾ ഫാദർ യോവാക്കീം പൊടിമറ്റം എന്ന് പറഞ്ഞ വലിയൊരു ചരിത്രകാരനും എഴുത്തുകാരനും ഉണ്ട്. ശരി. യോവാക്കീം പൊടിമറ്റം കപ്പുച്ചിൻ. കപ്പുച്ചിനാണ്. അങ്ങനെ കോട്ടയത്തായിരുന്നു അവസാന കാലം, റോമിലായിരുന്നു അദ്ദേഹത്തിൻ്റെ ഇത്. 100ലധികം പുസ്തകങ്ങൾ, എല്ലാം റിലീജിയസ് മതഗ്രന്ഥങ്ങളും അതുപോലെ ഗവേഷണങ്ങൾ. എൻ്റെ സഹപാഠിയായിരുന്നു. പിന്നെ വേറൊരു സഹപാഠി MD തോമസ് മണ്ടോത്തിക്കുന്നേൽ എന്ന് പറഞ്ഞൊരു നല്ല കൃഷിക്കാരൻ. ഭാവിയിൽ ഞങ്ങളും 2 പേരും കൂടെ ഇവിടെ RPS റബ്ബർ സഹകരണ സംഘം സഹകരണ പ്രൊഡ്യൂസേഴ്സ് സൊസൈറ്റി ഉണ്ടാക്കാനായിട്ട് ഞങ്ങൾ ഒരുമിച്ച് വർക്ക് ചെയ്തിട്ടുള്ള ആളുകളാണ്. പിന്നെ വേറൊരു ചെറിയാന്, ആ ചെറിയാന് സ്കൂളിൽ തുടങ്ങാട് സ്കൂളിലും അവിടുന്ന് കളരി പഠിച്ചവരൊക്കെ പഠിച്ചു. ഞങ്ങൾ ഏതാണ്ട് 8ാം ക്ലാസ് 9ാം ക്ലാസ് വരെ ഒന്നിച്ച് പഠിച്ചവരുണ്ട്. അങ്ങ് തുടങ്ങനാട് ഹൈസ്കൂളിലെ ഞാൻ പറയാം. ഞാൻ തുടങ്ങനാട് LP സ്കൂള്, അത് 1934 സ്ഥാപിച്ചതാണ്. തുടങ്ങനാട് LP സ്കൂൾ ആദ്യത്തെ പ്രൈവറ്റ് മേഖലയിലുള്ള സ്കൂളാണത് തൊടുപുഴ താലൂക്കിലെ. അതിനോട് ചേർന്ന് തന്നെ മിഡിൽ സ്കൂൾ, ഇംഗ്ലീഷ് മിഡിൽ സ്കൂളും ഉണ്ടായിരുന്നു. ചേർന്നല്ല, ഒരു 1/2 കിലോമീറ്റർ ഇപ്പറേ. ആ 2 ഞാൻ പഠിച്ചു. ആ കാലഘട്ടത്തിൽ ഇരുന്ന ഒരു ഫാദർ കാരിശ്ശേരി, തുടങ്ങാട് പള്ളിയുടെ വികാരിയാണ്, ഈ മുട്ടം കരിങ്കുന്നം റോഡ് അങ്ങാരുടെ നേതൃത്വത്തിലാണ് വെട്ടിയത്. അത് മുഴുവൻ അന്നും എല്ലാം പട്ടയ സ്ഥലങ്ങളായതില്ല. പട്ടയഭൂമി കൂടെ റോഡ് വീതിയിൽ ഉണ്ടാക്കണമെന്ന് വിചാരിച്ചപ്പോൾ ഇപ്പം നമ്മൾ അത്ഭുതപ്പെട്ടു പോകും. 15 അടി 20 അടി വീതിയിലുള്ള റോഡാണ് മുട്ടം കരിങ്കുന്നം. മുട്ടം കരിങ്കുന്നം വൈഡൻ ചെയ്യേണ്ട കാര്യമേ വന്നിട്ടില്ല. സ്ഥലം പഴയ റോഡ് തന്നെ ഇപ്പോഴും ഉള്ളത്. നെടികാട് പള്ളി മുതൽ മുട്ടക്കവല വരെയുള്ള ആ അന്നത്തെ വീതിയിൽ അന്ന് വെട്ടിയത ആ അച്ഛൻ്റെ നേതൃത്വത്തിൽ ഈ ഇവിടുത്തെ നാട്ടുകാർ ഈ പള്ളിയിൽ നിന്ന് ആദ്യം മുട്ടത്തിന് വെട്ടി, മുട്ടം വരെ തെളിച്ച് കഴിഞ്ഞ് ഈ പള്ളിയിൽ നിന്ന് നേരെ പഴയ മറ്റേ കൂടി കരികുന്നത്തിന് വെട്ടി. 8 കിലോമീറ്റർ 6 മൈലാണ്. അതാണ് ആ റോഡിന് ശേഷമാണ് സ്കൂൾ ഉള്ളത്. അങ്ങനെ പള്ളി നേരത്തെ ഉണ്ട്. 1914 മറ്റോ പള്ളി സ്ഥാപിച്ച. അതിന് സ്കൂളുകൾ ഇങ്ങാരുടെ കാലത്താണ് 34 പണിതെന്ന് എൻ്റെ അറിവ്. ഏതായാലും പള്ളിയോട് ചേർന്ന് പള്ളിക്കൂടം എന്നുള്ള ഒരു രീതി ഉണ്ടായിരുന്നല്ലോ കുടിയേറ്റക്കാർക്ക്.
അത് ഇപ്പം എവിടെ ചെന്നാലും കാണുന്നുണ്ട്. അങ്ങനെ ഞാൻ ആ പ്രൈവറ്റ് സ്കൂളിൽ അവിടെ പഠിച്ചു. അത് കഴിഞ്ഞ് മിഡ് സ്കൂളിൽ പഠിച്ചു. അത് കഴിഞ്ഞ് മുമ്പോട്ട് സ്കൂളില്ലല്ലോ. അപ്പം നേരത്തെ അറിയാം. അപ്പം എൻ്റെ പിതാവും അതുപോലെയുള്ള മറ്റുള്ളവരുമൊക്കെ ഇവിടെ ഹൈസ്കൂളില്ലാത്തതിൻ്റെ പേരിൽ കുട്ടികളെ പഠിപ്പിക്കാൻ ഒരു മാർഗവുമില്ല. പഠിപ്പിക്കാനുള്ള സാഹചര്യങ്ങൾ ഉണ്ട്, എല്ലാവർക്കും തന്നെ ഉണ്ട്. കൃഷിക്കാരായിട്ട് ആരും പുറകോട്ട് പോയില്ല. 4-5 ഏക്കർ സ്ഥലങ്ങളുള്ളവരെല്ലാം തന്നെ. അപ്പം ഒരു സ്കൂളും ഹൈസ്കൂൾ ഉണ്ടാക്കാന്ന് പറഞ്ഞാൽ അന്ന് വലിയ പ്രശ്നം ഇതാണ്. ഈ പഴയ പോലെ മിഡ് സ്കൂൾ പോലെ ഈ 10ാം ക്ലാസ് 7ാം ക്ലാസ്സും 10ാം ക്ലാസ്സും മാത്രം പാസ്സായിട്ടുള്ള അധ്യാപകരൊന്നും പോരാ. ഡിഗ്രിക്കാർ വേണം, പിന്നെ ലാബറട്ടറി വേണം, അങ്ങനെ വേണം, സ്കൂൾ വേണം, കെട്ടിടം വേണം. ഇങ്ങനെയൊക്കെ ഉള്ളതുകൊണ്ട് സ്കൂളിന് നല്ലൊരു തുക ചിലവാകും. അപ്പോൾ അതേപ്പറ്റി ഒരു പൊതുയോഗം പള്ളിയിൽ കൂടിയപ്പോൾ ഈ മനസ്സിലൊരു പ്രത്യേക സ്വാർത്ഥത കണ്ടുകൊണ്ടായിരിക്കും എൻ്റെ പിതാവ് ആദ്യം കയറി പറഞ്ഞു സ്കൂൾ വേണം. അതിന് ഞാൻ തന്നെ അല്ല, അന്ന് 500 രൂപ അന്ന് ഓഫർ ചെയ്തു. അന്ന് 500 രൂപ എന്ന് പറഞ്ഞാൽ വലിയ പിരിവാണ്. അതോടുകൂടി മറ്റുള്ള ആളുകളും സ്വാഗതം ചെയ്ത് സ്കൂൾ പെട്ടെന്നുണ്ടായി. സ്കൂളിന് അനുവാദം കിട്ടി. മിഡ് സ്കൂളിലെ പരീക്ഷ ഞാൻ അത് ഓർക്കണം. ഞാൻ മിഡ് സ്കൂളിലെ 3ാം ഫാറം പരീക്ഷ എഴുതുന്നത് ഇവിടെ സെൻറ്ററില്ല. രാമപുരത്താണ് സെൻറ്റർ, എക്സാമിനേഷൻ സെൻറ്റർ. എൻ്റെ നമ്പർ തന്നെ ഞാൻ ഓർക്കുന്നുണ്ട്, 7660 SL 3ാം ഫാറത്തിലെ നമ്പർ. ശരി. അപ്പോൾ അവിടെ പോയി ഞങ്ങൾ വെട്ടിങ് കിടക്കയായിട്ട് മുട്ടത്തിൽ പോയി. അവിടുന്ന് ബസ്സൊക്കെ കയറി തൊടുവഴി ഇറങ്ങി. അവിടുന്ന് പാലാ ബസ്സൊക്കെ കയറി പിഴകിലിറങ്ങി. പിഴകിൽ നിന്ന് നടന്ന് രാമപുരത്തി 2.5 മൈൽ. ഈ പെട്ടി തലയെ വെച്ച് കുഞ്ഞു പിള്ളേരാണ്. 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന പിള്ളേരെയും കൊണ്ട് സാർമാരാണ് കൊണ്ടുപോകുന്നത്. അവിടെ കൊണ്ടുപോയി അവിടെ ഊടുപുഴ കത്തരിച്ചേർത്തിയുടെ ഒരു ചെറിയ ഹോട്ടലുണ്ടായിരുന്നു. അവിടുന്ന് ഊണും രാമപുരത്തെ സ്കൂളിൽ കിടപ്പുമൊക്കെ ആയിട്ട് പരീക്ഷ എഴുതി. ഞങ്ങൾ പലരും ജയിച്ചു. ഞങ്ങളിവിടെ 4th ഫോറം ഇവിടെ തുടങ്ങി. ഇവിടെ കയറി ഞാൻ 5th 6th അങ്ങനെ 1952 ഞാൻ ആദ്യത്തെ SLC ബാച്ച് പരീക്ഷ എഴുതി. ശരി. എൻ്റെ നമ്പർ 17,666 SLCയിൽ. പഴയതിലൊക്കെ നന്നായിട്ട് ഓർക്കും. പിന്നെ BA നമ്പർ ചോദിച്ചാൽ മറന്നുപോയി. സ്കൂളിലെ SLC നമ്പർ ഒന്നും മാർക്കാരൊക്കെ ആദ്യം അത് അടിച്ചിരുത്തി ഏൽപ്പിച്ചിട്ടാണല്ലോ പരീക്ഷ എഴുതാൻ കയറ്റുന്നത് തന്നെ. കാരണം നമ്പർ വിട്ടു പോയേക്കരുത്, മറന്നു പോയേക്കരുത്, എഴുതിയെടുത്തോണ്ടൊന്നും പോകാനൊക്കെ അല്ല, നമ്പർ എഴുതണം. വിദ്യാഭ്യാസ കാലയളവിൽ ഇടവേളകളില്ലാതെ തുടർച്ചയായിട്ട് എനിക്ക് ഒരിക്കലും 2 വർഷം ഇന്നസെൻ്റ് ഒക്കെ പറഞ്ഞ പോലെ അടിസ്ഥാനമായിട്ട് പഠിക്കേണ്ടി വന്നിട്ടില്ല. 2 വർഷം പഠിക്കേണ്ടി വന്നിട്ടില്ല. അതുകൊണ്ട് ഞാൻ മുമ്പോട്ട് പെട്ടെന്ന് കയറിപ്പോയി. ഹൈസ്കൂൾ വരും കയറിപ്പോയി. പിന്നെ ഇൻ്റർമീഡിയറ്റ് ഞാൻ ഇവാനിയസ് കോളേജിലൊന്ന് ശ്രമിച്ചു. അത് പിന്നെ വേണ്ടെന്ന് വെച്ചു. തേവര കോളേജിലാണ് ചേർന്നത്. തേവര കിട്ടുമെന്ന് കേട്ടതുകൊണ്ട് ഞാൻ തേവര ചേർന്നു. തേവര പഠിച്ചിട്ടുള്ള ആളുകളുണ്ടായിരുന്നു. അതുപോലെ തന്നെ എൻ്റെ ഒരു കസിൻ്റെ അമ്മാവൻ അവിടുത്തെ ഒരു അതിന് പറയും പ്രൊക്കുറേറ്റർ എന്നോ അങ്ങനെ പറയും, അച്ഛനാണ്. അങ്ങനെ അവിടെ ചെന്ന് അഡ്മിഷൻ മേടിച്ചു. അത് അന്നത്തെ അഡ്മിഷനൊക്കെ പോകുന്നത് ആഘോഷമായിട്ടാണ് പോകുന്നത്. 3-4 പേര് 4-5 പേര് കൂടി കാറൊക്കെ തുടരുമെന്ന് പിടിക്കും. എൻ്റെ ഒരു ബന്ധുവുണ്ടായിരുന്നു, കല്ലറക്കൽ ചാണ്ടിക്കുഞ്ഞെന്ന് പറഞ്ഞ്. അദ്ദേഹവും എൻ്റെ വലിയേട്ടനും നേരത്തേനും ഗ്രോണപ്പായി. കരിന്തുരുത്തേൽ തൊമ്മച്ചൻ എന്ന് പറയുന്ന കിഴക്കൻ പ്രദേശങ്ങളിൽ അറിയപ്പെടുന്ന ഒരാളാണ് അദ്ദേഹവും. പിന്നെ എൻ്റെ ഒരു സുഹൃത്ത് ജോസഫ് ഫൊറോക്കാട്ട് എന്ന് പറഞ്ഞാൽ ജേർണലിസ്റ്റാണ്, DBAയിൽ ജേർണലിസ്റ്റായിരുന്നു. അങ്ങാരിപ്പം വസതിയിൽ ഇവരിലേക്ക് അമ്മാവനുമായിരുന്നു പറഞ്ഞത്. എൻ്റെ ഭാര്യയുടെ ആങ്ങളായി തീർന്നു. ശരി. അത് കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ പെങ്ങളെ ഞാൻ കല്യാണം കഴിച്ചു. ശരി. അങ്ങനെ എന്നെ കോളേജ് ചേർത്തതിൻ്റെ അടിസ്ഥാനത്തിൽ അങ്ങനെ ഒരിക്കലും ഓഫർ കൊണ്ട് ചെയ്തു, നീ എൻ്റെ പെങ്ങളെ കെട്ടിക്കോടാന്ന് പറഞ്ഞു. അത്രമാത്രം സ്നേഹമായിരുന്നു. അപ്പം അങ്ങനെ കൂടെ കൂടി ഞാൻ തേവര പോയി. ഞാൻ തേവര ഇൻ്റർമീഡിയറ്റ് ഞാൻ 3rd ഗ്രൂപ്പാണ് എടുത്തത്. എനിക്ക് ഈ സയൻസും വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ലായിരുന്നെങ്കിൽ തന്നെ മാത്തമാറ്റിക്സും മാത്തമാറ്റിക്സിനൊക്കെ 60 മാർക്കൊക്കെ SLC കിട്ടിയെങ്കിൽ തന്നെ എനിക്ക് പഠിക്കാൻ താല്പര്യമില്ലായിരുന്നു. ഞാൻ 3rd ഗ്രൂപ്പ് എടുത്തു. അത് ഹിസ്റ്ററി തന്നെ എടുത്തു. കോമേഴ്സ് ഹിസ്റ്ററി അത് വേണ്ടെന്ന് വെച്ചു. ഹിസ്റ്ററി തന്നെ എടുത്താൽ വായിച്ചാൽ മതിയല്ലോ, അധികം ബുദ്ധി ഉണ്ടായല്ലോ, ഏതോ പിന്നെ മറ്റു കാര്യങ്ങളൊക്കെ പാഞ്ഞ് കിടക്കുകയും ചെയ്യാമല്ലോ എന്ന് കരുതി. ഏതായാലും എനിക്കൊരു ഗുണം കിട്ടി. ഞാൻ ചെന്ന വർഷം തന്നെ ഈ
വേദോപദേശം എന്ന് പറയുന്നത് ഞാൻ ഈ സ്കൂളിൽ നിന്ന് അങ്ങനെ പഠിക്കാൻ വലിയ താല്പര്യം എടുക്കുകയൊന്നുമില്ലായിരുന്നു. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ നല്ലൊരു അച്ഛനായിരുന്നു പഠിപ്പിക്കുന്നത്. പക്ഷേ എല്ലാവരും ഈ കാറ്റീസം ക്ലാസ് ഉഴപ്പും. പിന്നെ കാത്തലിക്സ് അവിടെ കമ്പൾസറി ആയിട്ട് കാത്തലിക്സിന് ഇപ്പോൾ ചെല്ലണമെന്നുണ്ട് തേവര കോളേജിൽ. അപ്പം ഞാനിത് കേട്ട് കഴിഞ്ഞാൽ ഈ എക്സാമിനേഷൻ വരുമ്പോൾ അതിന് തലേ ദിവസം 2 ദിവസം മുമ്പ് ഇരുന്ന് ടെസ്റ്റൊക്കെ നന്നായിട്ട് വായിക്കും, പരീക്ഷ എഴുതി. പരീക്ഷ 2 ടീമിലും നല്ല മാർക്ക് തന്നു. എന്തുകൊണ്ടായിരിക്കണം എന്ന് ഞാൻ വിചാരിച്ചു. ആ വർഷം ഫസ്റ്റ് ഇയറിൽ തന്നെ എന്നെ തേവര കോളേജിൽ നിന്ന് റെപ്രസെൻ്റ് ചെയ്ത ഓൾ ഇന്ത്യ കാത്തലിക് യൂണിവേഴ്സിറ്റി ഫെഡറേഷൻ്റെ റെപ്രസെൻറ്റേറ്റീവായിട്ടൊരു വെക്കേഷൻ ഒരു 1 month എന്താ സെഷൻ ഉണ്ടായിരുന്നു. അത് മൈസൂർ സെൻറ്റ് ഫിലോമിനാസ് കോളേജ്. അന്നൊക്കെ ഇതൊരു അത്ഭുതമാണ്. മൈസൂർ എന്ന് പറഞ്ഞാൽ കേട്ടിട്ടുള്ളൂ, എറണാകുളം വരെ പോയിട്ടുള്ളൂ. എറണാകുളം എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, ആകെ ഒരു ലക്ഷ്മണും മേനകയും പത്മായും മാത്രമേ ഉള്ളൂ. അതിൻ്റെ പേരിലാണ് അറിയപ്പെടുന്നതും. അക്കരെ ഒരു പട്ടേലും ആറ്റിനക്കൻ അല്ല കായലിനക്കരെ. അപ്പോൾ അതിൻ്റെ ഫസ്റ്റ് അതിന് പോയി. അതിന് ഞാനും ഞങ്ങൾ കോളേജിൽ നിന്ന് അങ്കമാലിക്കാരനൊരു കുഞ്ഞ് ഔസേപ്പിനെയും കൂടെ സെലക്ട് ചെയ്തു. ഞങ്ങൾ 2 പേരും കൂടെ ആലുവയിൽ നിന്ന് ട്രെയിനിൽ കയറി സേലം കൂടി ബാംഗ്ലൂർ കൂടി മൈസൂർ ചെന്നു. ബാംഗ്ലൂർ ഇറങ്ങിയില്ല, സ്റ്റേഷൻ കണ്ടുള്ളൂ. മൈസൂർ ചെന്ന് 1 മാസം അവിടെ താമസിച്ചു. അതൊരു വലിയ അനുഭവമായിരുന്നു. കാരണം അന്ന് എനിക്ക് ഇന്ത്യയിലുള്ള എല്ലാ പ്രദേശത്തു നിന്നും ഓരോ റെപ്രസെൻറ്റേറ്റീവ്സ്, ലേള കോളേജിൽ നിന്ന് പറയും, ഞാൻ ഓർക്കും, ജോർജ് മാത്യു കളപ്പര, അദ്ദേഹം അവസാനം അഡ്വക്കേറ്റ് ജനറലായിട്ടാണ് റിട്ടയർ ചെയ്തത്. ശരി. പിന്നെ ട്രിച്ചി സെൻറ്റ് ജോസഫ് കോളേജിൽ നിന്ന് ഒരു ജോസഫ്, നമ്മുടെ ബേബി ചേട്ടൻ്റെ വീട്ടുകാരിങ്ങനെ എലജിക്കൽ, ജോസഫ് എലജിക്കൽ എന്നാണ് എനിക്ക് തോന്നുന്നത്. ഏതായാലും IAS എടുത്തു. അങ്ങനെ ഇവിടെ കണ്ട കോട്ടയം കളക്ടറായിട്ടും റിട്ടയർ ചെയ്ത് ഇപ്പോൾ വലിയ കൃഷിക്കാരനായിട്ടൊരു മത്സരം. അങ്ങനെയുടെ ഒരു മകനാണ് PJ ജോസഫ് MLA മകളെ യമുനായി കല്യാണം കഴിച്ചിരിക്കുന്നത്. രസം എന്ന് പറയട്ടെ, റിട്ടയർ ചെയ്തതിന് ശേഷം PJ ജോസഫിൻ്റെ പാർട്ടിക്കെതിരായിട്ട് കോതമംഗലത്ത് സ്വതന്ത്രനായിട്ട് മത്സരിക്കുകയും ചെയ്തതാണ്. അത് വേറൊരു ഇതാണ്. ശരി. അങ്ങനെ ഈ ജോസഫ് പിന്നെ ഓർക്കപ്പെടുന്ന വലിയ ആളുകളുണ്ട്. പിന്നെ ഉണ്ട് ചങ്ങനാശ്ശേരി കോളേജിൽ നിന്നൊരു മാത്യു, KC മാത്യു, അങ്ങയോടൊപ്പം ചെന്നൈയിൽ എല്ലാം ഓരോരുത്തരാണ് റെപ്രസെന്റ് ചെയ്ത് വന്നത്. നല്ല സ്റ്റേഷനിൽ 40-50 പേരുണ്ടായിരുന്നു. അവർ ആരോഗ്യസ്വാമിയും അങ്ങനെ വടക്കേണ്ടിയിൽ നിന്നും ആളുകളുണ്ടായിരുന്നു. അങ്ങനെ മലയാളം പറയാത്ത മറ്റാളുകളെയും കൂടെ പറയാനും ഇംഗ്ലീഷ് പരീക്ഷിക്കാനും അതുപോലെ തന്നെ സെഷനിനകത്ത് ഈ അവർ ഫാദറും ഹെയിൽ മേരിയൊക്കെ ഇംഗ്ലീഷും ചെല്ലാനും ഒക്കെ അവിടെ നിന്ന് പഠിച്ചെന്നോ ഈ 1 മാസം കൊണ്ട്. കാരണം ജെസ്യൂട്ട്സ് ആയിട്ടായ ഒരു അച്ഛനായിരുന്നു അതിൻ്റെ സെഷൻ. പിന്നെ ഞങ്ങൾക്ക് അവിടെ ഈ സോഷ്യൽ വർക്കിൻ്റെ പേരിൽ ഞങ്ങൾ ആ സമയം കൊണ്ട് അവിടെ ഒരു സ്ലമ്മിലൊരു വീട് വെച്ചു കൊടുത്തു. ഇതൊക്കെ ആയിരുന്നു ഞങ്ങളുടെ പരിപാടി. അത് കഴിഞ്ഞ് ഞാൻ തിരിച്ചു പോകുന്നത് ഈ ജോർജ് മാത്യു കളപ്പരയും ഞാനും കൂടെ അവിടുന്ന് ബസ്സിൽ കയറി ഇവിടെ വന്നു. ഇത് ചുരം ഇറങ്ങി, മൈസൂർ വന്നിട്ട് വയനാട് ചുരം ഇറങ്ങി കോഴിക്കോട് വന്നു. ഈ ജോർജ് മാത്യു കളപ്പരയുടെ ചേട്ടന്മാരന്ന് വയനാട്ടിന് കുടിയേറിയിരിക്കുക. അവരവിടെ ഉണ്ട്. വയനാട്ടിൽ പുള്ളി ഇറങ്ങി, ഞാൻ ഇങ്ങോട്ട് പോകും. കോഴിക്കോട് വന്ന് ഞാൻ ട്രെയിനിൽ കയറി ആലുവയിൽ ഇറങ്ങി. അവിടെ നിന്ന് ആലുവ ഇറങ്ങി പോന്നു. അതാണ് എൻ്റെ തേവര കോളേജിലെ ഓർമ്മ. അത് കഴിഞ്ഞ് ഫസ്റ്റ് ഇയർ, സെക്കൻഡ് ഇയർ പഠിക്കേണ്ട കാലമായിരുന്നു. പിന്നെ തന്നെയല്ല, ചെന്നപ്പോൾ തന്നെ ഞാൻ ഫസ്റ്റ് ഇയറിൽ തന്നെ എന്നെ ഡ്രമാറ്റിക് ക്ലബിൻ്റെ സെക്രട്ടറി ആക്കി. വേറൊരു അച്ഛനാണ് ഡ്രമാറ്റിക് ക്ലബിൻ്റെ കോളേജിലെ കാര്യങ്ങളൊക്കെ നോക്കുന്ന വേറൊരു അച്ഛനാണ്. അതിന് കാരണം എന്താണെന്ന് ചോദിച്ചാൽ, ചെന്നിട്ട് പിന്നെ സെക്കൻഡ് ഇയർ മാസം 2ാമത്തെ ആഴ്ചയിൽ തന്നെ ഈ ഒരു ടാലൻറ്റ് ടെസ്റ്റ് എന്ന് പറഞ്ഞൊരു ഇതുണ്ടായിരുന്നു. അപ്പോൾ കോളേജിലെ പിള്ളേരെല്ലാവരും കൂടെ വലിയൊരു ഹാളുണ്ട്, ആൻഡേഴ്സൺ ഹാൾ മദ്രാസിൽ. ഇത് വേറൊരു ട്രിസറൻ്റ് ഹാൾ. അവിടെ സ്റ്റേജിൽ ഇങ്ങനെ പാട്ട് പാടുന്നവർ പാട്ട് പാടും, ഡിക്ലമേഷൻ നടത്തുക, ഏതെങ്കിലും പരിപാടി നടത്താം. അപ്പം ഞാൻ ഈ സ്കൂളിൽ നിന്ന് അങ്ങനെ പതിലൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നുകൊണ്ട് ഞാനും കയറി. കോല് പിടിക്കാൻ തയ്യാറായിരിക്കണം, എന്ത് ചെയ്താലും കൂവിക്കൊണ്ട് അതുകൾ കേട്ടുള്ളൂ, കോലെന്നാണെന്നൊക്കെ മനസ്സിലായതും കണ്ടത് വന്നാണ്.
അപ്പോൾ ഞാൻ കയറിയിട്ടൊരു പാട്ടങ്ങ് പാടി, ഈ ഒന്നാനാം കുന്നുമേൽ ഒരടി കുന്നുമേൽ. അത് പാടുന്നവരും കളിയാക്കപ്പെടും, കേൾക്കുന്നവരെയും കളിയാക്കാനായിട്ടാണ് ചെയ്തത്. പക്ഷേ എന്നാലും എൻ്റെ ഗട്സ് കണ്ട അച്ഛൻ എന്നോട് പറഞ്ഞു, നീ ഡ്രാമാറ്റിക് ക്ലബിൻ്റെ സെക്രട്ടറി ആണോ? ഞാൻ എങ്ങനെ സെക്രട്ടറി ആക്കി. ആ വർഷം ഞങ്ങളൊരു നാടകം കളിച്ചു, പൊൻകുന്നം വർക്കിയുടെ പൂജയ്ക്കകത്ത് യച്ചിമി എന്ന് പറഞ്ഞൊരു ഒത്തിരി ക്യാരക്ടേഴ്സുണ്ട്. ഒരു നല്ല ക്യാരക്ടറാണ് യച്ചിമി എന്ന് പറഞ്ഞ സ്ത്രീ പാർട്ട്. അതായിരുന്നു എനിക്ക് അന്ന് കിട്ടിയത്. കാരണം ഒരു ശ്രൈണ മുഖം ഉണ്ടായിരുന്നെന്നാണ് പറയുന്നത്. അതുകൊണ്ട് വേഷം കിട്ടി. പെൺപിള്ളേരില്ലെന്ന് ഓർക്കണം, ആൺപിള്ളേർ തന്നെയല്ലേ. അപ്പം വേണം കിട്ടി. അങ്ങനെ അക്കാലത്ത് HB എന്നും അറിയപ്പെടുമായിരുന്നു കോളേജിൽ. അവിടെ നിന്ന് പോന്നു. പാസ്സായപ്പോഴേ ഗുണം കിട്ടി. സാമാന്യം മോശമില്ലാത്ത മാർക്ക് കിട്ടി. അതുകൊണ്ട് എനിക്ക് മദ്രാസിൽ ക്രിസ്ത്യൻ കോളേജിലൊന്ന് പഠിക്കണം എന്ന് ആഗ്രഹം തോന്നി. ക്രിസ്ത്യൻ കോളേജിൽ നിന്ന് കേട്ടിട്ടുള്ളൂ. അപ്പം ഞാൻ അന്ന് മൈസൂരിലൊക്കെ പോയപ്പം ക്രിസ്ത്യൻ കോളേജിനെയും തേവരെയും ലേളായ മച്ചയ്യപ്പാസ് എന്നതിനെ പറ്റിയൊക്കെ പഠിച്ചു. അപ്പോൾ അതിൽ സ്ലേവ്സ് ഓഫ് ലേള, റൗഡീസ് ഓഫ് മച്ചയ്യപ്പാസ്, പ്രിൻസസ് ഓഫ് പ്രസിഡൻസി ആൻഡ് ജെന്റിൽമാൻ ഓഫ് ക്രിസ്ത്യൻ എന്നാണ് മദ്രാസിലെന്ന കോളേജുകളെ പറ്റി പറയുന്നതെന്ന് മൈസൂരിൽ വെച്ച് മറ്റുള്ളവർ പറഞ്ഞു. അങ്ങനെ എൻ്റെ ഒരു സ്നേഹിതന് ഇവിടെ അടുത്തുണ്ട്, മദ്രാസ് ക്രിസ്ത്യൻ കോളേജിൽ അങ്ങാര് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അവിടെ കൂടുതലും ഈ നോൺ കാത്തലിക്സിനാണ് അഡ്മിഷൻ. അത് CS ബ്രിട്ടീഷ് മിഷണറി ചർച്ച് ഓഫ് സൗത്ത് ഇന്ത്യയുടെ കോളേജാണ്. ഫോറിനേഴ്സ് അല്ല, സ്കോട്ട്ലൻഡ് മിഷണറിമാരാണ് അവിടുത്തെ സ്റ്റാഫ്. പ്രിൻസിപ്പളും ഒരു ഡോക്ടർ ബോയുടെ ഇംഗ്ലീഷുകാരനാണ്. അങ്ങനെ അവിടെ ചെന്നു ആപ്ലിക്കേഷൻ കൊടുത്തു. അപ്പോൾ എനിക്ക് ഹിസ്റ്ററി അല്ലേ, ഹിസ്റ്ററി കിട്ടാനൊരു വിഷമവും ഇല്ല. ഹിസ്റ്ററി എനിക്ക് അഡ്മിഷൻ കിട്ടി. ഞാൻ ഹിസ്റ്ററിക്ക് ചേർന്നു BAക്ക്. അങ്ങനെ അവിടെ ക്രിസ്ത്യൻ കോളേജിൽ കയറി. അവിടെ ചെന്നപ്പോഴും ഈ പറയുന്ന പൊതുപ്രവർത്തനം, അതായത് ആദ്യം തന്നെ മലയാള സമാജത്തിലെ എല്ലാവരുമായിട്ട് പരിചയപ്പെട്ടു. പിന്നെ അവിടെയും ഈ നാടകങ്ങളും കാര്യങ്ങളും, അവിടെയും ഈ ഓരോ സ്കിറ്റ്. മലയാള സമാജം ഉണ്ട് കേട്ടോ. മലയാള സമാജത്തിലൊരു 250 മലയാളി പിള്ളേരുണ്ട്. ക്രിസ്ത്യൻ കോളേജിൽ അന്ന് ഇവിടെ നിന്ന് തെക്കോട്ടുള്ള കുട്ടികൾ മുഴുവൻ കോട്ടയംകാരി ചേട്ടന്മാർ, അച്ചായന്മാർ, അതുപോലെ ഈ മാപ്പിളയുടെ പിള്ളേർ, AV ജോർജിൻ്റെ പിള്ളേർ എന്ന് വേണ്ട തെക്കോട്ടുള്ള ആളുകളെല്ലാം അവിടെയാണ് പഠിക്കുന്നത്. SP-യിലേക്ക് പോവുകയല്ല അവർ, അത് കാത്തലിക് കോളേജല്ലേ. ഇവരെല്ലാം ക്രിസ്ത്യൻ കോളേജിൽ പോവുകയാണ് പഠിക്കുന്നത്. ചിലവെല്ലാം ഒരുപോലെയാണ്. 6,000 രൂപ കൊടുത്താൽ ഇവിടുന്ന് മദ്രാസിൽ ഇറങ്ങാം ട്രെയിനിൽ. അത് തിരുവനന്തപുരത്ത് നിന്നാണെങ്കിൽ അതിലേ പോകാം, നമുക്കാണെങ്കിൽ ഇതിലേ ആലുവായിൽ നിന്ന് പോകാം. കൺസെഷൻ കിട്ടുകയും ചെയ്യാം. 12 രൂപ ടിക്കറ്റ്, 6,000 രൂപയ്ക്ക് ഞങ്ങൾക്ക് പോകാം വിദ്യാർത്ഥികൾക്ക്. വിദ്യാർത്ഥികൾ. അങ്ങനെയാണ് അന്ന്. അങ്ങനെ ക്രിസ്ത്യൻ കോളേജിൽ ചെന്നിട്ട് ആദ്യത്തെ കൊല്ലവും നാടകവും മറ്റു കാര്യങ്ങളും. രണ്ടാമത്തെ അവിടെ ഹിസ്റ്ററി, ഡിഗ്രിക്ക് ഹിസ്റ്ററി വിഷയമായി എടുക്കുകയാണ്. ഹിസ്റ്ററി ഫുൾ ഹിസ്റ്ററി, പോളിറ്റിക്സ് അല്ല, ഹിസ്റ്ററിയും പോളിറ്റിക്സും ഉള്ളൂ. അത് 2-3-4-5 ഹിസ്റ്ററി ഉണ്ട്. പേപ്പർ 5-6 ഉണ്ട്. ഇന്ത്യൻ ഹിസ്റ്ററി, മോഡേൺ ഹിസ്റ്ററി, ബ്രിട്ടീഷ് കോൺസ്റ്റിറ്റ്യൂഷണൽ ഹിസ്റ്ററി, ഏൻഷ്യൻ്റ് ഹിസ്റ്ററി, ഗ്രീക്ക് ഹിസ്റ്ററി, ഒന്നും വേണ്ട, സർവത്ര ഹിസ്റ്ററി ഭയം. അത് നല്ല പ്രൊഫസേഴ്സാണ് എടുക്കുന്നത്. പ്രൊഫസർ ചന്ദ്രൻ ദേവനേശൻ എന്ന് പറഞ്ഞ ഒരാളെ ഞാൻ പോളിറ്റിക്സ് എടുത്തോണ്ടിരുന്നു. പോളിറ്റിക്സ് അത് സെപ്പറേഷൻ ഓഫ് പവേഴ്സ് മാത്രം പഠിപ്പിച്ചുകൊണ്ട് അപ്പോൾ ഒരു ടൈം തോന്നും. സെപ്പറേഷൻ പവേഴ്സ് പറഞ്ഞാൽ അറിയാമല്ലോ, എന്താ ഈ നമ്മുടെ എക്സിക്യൂട്ടീവ്, ജുഡീഷ്യറി, ലെജിസ്ലേച്ചർ. പുള്ളി അതേപ്പറ്റി ഓരോന്നും വിശദീകരിച്ച് അതും ഒരു മാസം തരുന്നു. അങ്ങനെ ആകമാനം പുള്ളി 5 ചാപ്റ്റർ എടുത്തുള്ളൂ ബുക്കിൻ്റെ. എടുത്തു കഴിഞ്ഞിട്ട് പരീക്ഷയായപ്പോൾ ഞങ്ങൾ നോക്കിയപ്പോൾ ഒന്നും പഠിപ്പിച്ചിട്ടില്ല സാറ്. പുള്ളി പിന്നെ പറഞ്ഞു, നിങ്ങൾ ആ പുസ്തകം വായിച്ച് പഠിച്ചോളാം എന്ന് പറഞ്ഞിട്ട് പിരിഞ്ഞു. എക്സാമിനേഷൻ വന്നപ്പോൾ ഞങ്ങൾക്ക് ആദ്യത്തെ 5 അധ്യായത്തിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസേ ഉള്ളൂ. പിന്നെ അറിഞ്ഞത് ഇങ്ങാരായിരുന്നു എക്സാമിനേഷൻ. യൂണിവേഴ്സിറ്റിയിൽ എക്സാമിനർ ചന്ദ്രൻ ദേവനേശനായിരുന്നു. അങ്ങാര് പഠിപ്പിച്ചിട ഭാഗം മാത്രമേ അങ്ങാര് ക്വസ്റ്റ്യൻ ഇട്ടുള്ളൂ പോളിറ്റിക്സിലേക്ക്. ഏതായാലും ഞങ്ങൾക്ക് കുഴപ്പമില്ലാതെ പാസ്സായി അവിടെ നിന്ന് രക്ഷപ്പെട്ടു പോന്നു. പിന്നെ സെക്കൻഡ് ഇയറിൽ വീണ്ടും നമ്മുടെ പൊതുക്കാര്യം വിടണ്ടല്ലോ. ഈ തേവരത്തെ കാര്യം പറഞ്ഞില്ല ഞാൻ. തേവര സെക്കൻഡ് ഇയർ ആയപ്പോൾ നമ്മുടെ സ്വസിദ്ധമായ ഈ മെസ്സ് ഭക്ഷണം, അതിൻ്റെ നോൺ വെജിൻ്റെ റെപ്രസെൻറ്റേറ്റീവായി. ഹോസ്റ്റൽ കൂടുതൽ ആളുകളും നോൺ വെജ് കഴിക്കുന്നത് ഹോസ്റ്റലിലെ. എന്നും ഹോസ്റ്റലിൽ തെറിയ അടിയും വിളക്കുമൊക്കെ. അപ്പം ഞങ്ങൾ റെപ്രസെൻറ്റേറ്റീവിനെ വെക്കും. ഫിക്സഡ് റേറ്റാണ് അത്. ഞങ്ങളോട് മാസം തോറും മേടിക്കുന്നതിന് ഒരു ഫിക്സഡ് മെനു ഉണ്ട്. അതനുസരിച്ച് തരുന്നുണ്ടോ, ഏത്തപ്പഴം വലുതാണോ ചെറുതാണോ,
അപ്പം ത്തിൻ്റെ ലൈഫ് സൈസ് മുഴുപ്പ് ഇതെല്ലാം നോക്കണം. അവിടുത്തെ അപ്പത്തിൻ്റെ പേര് വറുതുണ്ണി അപ്പം എന്നായിരുന്നു. ശരി. വറുതുണ്ണി അപ്പം എന്ന് പറഞ്ഞാൽ വറുതുണ്ണി എന്ന് പറഞ്ഞൊരു പട്ടണമില്ലേ തേവരക്കൂടെ നടക്കുമായിരുന്നു. അയാളുടെ പേരാണ് അപ്പത്തിന് ഇട്ടിരുന്നത്. അപ്പം വറുതുണ്ണിയപ്പം ആഴ്ചയിൽ 2 ദിവസത്തിൽ കൂടുതൽ പാടില്ല. പിന്നെ ദോശ വേണം, അപ്പം ഇങ്ങനെയൊക്കെ ആയിരുന്നു. ഏതായാലും ഞാൻ മെഡിക്കൽ റെപ്രസെൻറ്റേറ്റീവ് ആയിട്ട്, അതും വലിയ ഇലക്ഷനാണ്. ഹോസ്റ്റലിലെ പിള്ളേരിൽ നിന്ന് നോമിനേഷൻ കൊടുത്ത് ഇപ്പോൾ പറയുന്നത് പുറകോട്ട് പോയി. മെസ്സിൻ്റെ കാര്യം പറയാനാണ്. തേവര റെപ്രസെൻറ്റേറ്റീവ് ആയിരുന്നു, ഡ്രമാറ്റിക് ക്ലബ് സെക്രട്ടറി ആയിരുന്നു. മദ്രാസ് ക്രിസ്ത്യൻ കോളേജിൽ ചെന്നപ്പോൾ ഹോസ്റ്റലിൽ ചെന്നപ്പോൾ 3 ഹോസ്റ്റലുകളാണ്. ശരി. അവിടെ ഹോസ്റ്റലിൽ എന്ന് പറഞ്ഞാൽ അവിടെ ഹാളാണ്. അതിനകത്ത് മിക്കവാറും ഈ റെസിഡൻസാണ്. ഓരോ ഹാളിലൊരു 250 പിള്ളേരോ 250. അതെല്ലാം ഇൻ്റർനാഷണൽ പിള്ളേരും പിന്നെ കൂടുതൽ നീഗ്രോസായി. ഈ എക്സ്ചേഞ്ച് അനുസരിച്ച് വരുന്ന നീഗ്രോസ് ഉണ്ട്. പിന്നെ കുറേ നമ്മുടെ നോർത്ത് ഈസ്റ്റ് ഏഷ്യയിൽ നിന്നുള്ളവരുണ്ട്, ഫിലിപ്പൈൻസ്, അങ്ങനെയുള്ളവർ കുറേ ആളുകളുണ്ട്. അതുകൊണ്ട് 3 മെസ്സുണ്ട്. ഒന്ന് യൂറോപ്യൻ, അത് അവർക്ക് വേണ്ടിയിട്ട്. ഞങ്ങളതിന് യാങ്കി മെസ് എന്നായിരുന്നു പറയുന്നത്, യൂറോപ്യൻ. മറ്റേ ഞങ്ങളുടെ നോൺ വെജിറ്റേറിയൻ സ്പെഷ്യൽ, അതാണ് ഞങ്ങൾക്കുള്ള എല്ലാവരും തന്നെ എടുക്കുന്നത്. പിന്നെ വെജിറ്റേറിയൻ പട്ടന്മാർക്കുള്ളത് അത് കുറച്ച് പേരേ ഉള്ളൂ. അതവരും പട്ടന്മാരും വന്ന് നോൺ വെജിറ്റേറിയൻ കഴിക്കും. കഴിക്കാത്ത ആളുകൾ ചുരുക്കമായിരുന്നു അന്ന്. അങ്ങനെ ആ മെസ്സിൻ്റെ സെക്കൻഡ് ഇയർ റെപ്രസെൻറ്റേറ്റീവ്, അത് വലിയ ലക്ഷണം. അത് ഗ്യാസ്ട്രോണമി എന്നുള്ള പദമൊക്കെ അന്നാണ് പഠിച്ചത്. ഗ്യാസ്ട്രോണമി ഈസ് എ സയൻസ് എന്നൊക്കെ ഭിത്തിയിലൊക്കെ എഴുതി വെക്കുന്നത്, അതായിരുന്നു മുദ്രാവാക്യം. അതിൻ്റെ കൂടെ തന്നെ മലയാളി സമാജത്തിൻ്റെ സെക്രട്ടറിയുടെ ഒരു കോളേജിനുള്ളിലാണോ അതോ എല്ലാ കോളേജിലും? തന്നെ. മെസ്സ് ഹോസ്റ്റലിൻ്റെ മാത്രം. മറ്റേത് മലയാളി സമാജം കോളേജിൻ്റെ. സെക്കൻഡ് ഇയറിൽ അതിൻ്റെ സെക്രട്ടറി പോസ്റ്റിനാണ് അവിടെ പ്രാധാന്യം. പ്രസിഡൻറ്റും ഉണ്ട്. അതിന് ഞാൻ ഇലക്ഷൻ നിന്നു. എൻ്റെ കൂടെ അങ്കമാലിക്കാരനായിരുന്നു ജോസഫ് നിന്നു. അത് എനിക്ക് കൂടുതൽ വോട്ട് കിട്ടി, ഞാൻ ജയിച്ചു. പിറ്റേ കൊല്ലം ഞാൻ മലയാളി സമാജത്തിൻ്റെ സെക്രട്ടറി ആയിരുന്നു. അതുകൊണ്ട് ഒരുപാട് ഓരോ സമാജത്തിന് എന്തെല്ലാം പ്രവർത്തനങ്ങൾ നടത്തുന്നു എന്നുള്ളതാണല്ലോ അതിൻ്റെ നേട്ടം. അതുകൊണ്ട് ഹോസ്റ്റലിൽ ഇരിക്കാനും നേരമില്ല, പഠിക്കാനും നേരമില്ല. നടപ്പ് ഓരോ പരിപാടികളുണ്ടാക്കുക, ആസൂത്രണം ചെയ്യുക. ഇത് ഏറ്റവും പ്രധാനമായിട്ട് കാര്യം അതിൻ്റെ വാർഷികമാണ്. ആ വാർഷികത്തിന് ഞാൻ മാമ്പലത്ത് പോയി. അന്ന് അവിടെ താമസിച്ചുകൊണ്ടിരുന്ന പി ഭാസ്കരനെ വിളിച്ചു. ശരി. അന്ന് പി ഭാസ്കരൻ്റെ ചെറുപ്പക്കാരനാണ്, തലമുടിയൊക്കെ ചുരുണ്ട് പുറകോട്ട് ചീകി വീട്ടിലിരിപ്പുണ്ട് മാമ്പലം. അന്ന് പുള്ളി രാരിച്ചൻ എന്ന പൗരൻ ഒരു സിനിമ എടുത്ത പുള്ളി, രാരിച്ചൻ എന്ന പൗരൻ. അതിനു മുമ്പ് നീലക്കുയിൽ എടുത്തേ. പിന്നെ നീലക്കുയിൽ എടുത്തു കഴിഞ്ഞതിന് ശേഷം പുള്ളിക്ക് പേരായല്ലോ. അപ്പം രാരിച്ചൻ എന്ന പൗരൻ്റെ ഷൂട്ടിങ്ങിൽ അതിനകത്തൊരു പയ്യനാണ് പൗരൻ, ഒരു 12 വയസ്സുള്ളൊരു പയ്യനൻ അവിടെ ഉണ്ട്, വീട്ടിലുണ്ട് പുള്ളിയുടെ കൂടെ. അവനെ കൊണ്ട് സംസാരിച്ച് എന്നോട് പറഞ്ഞു, അവൻ തിരുവനന്തപുരംകാരനൊരു അബ്ദുൾ റഹ്മാനാണ് എൻ്റെ പേര്. ഞാൻ പറഞ്ഞു പയ്യനും കൂടെ കൊണ്ടുവരാൻ പറഞ്ഞു, ഞങ്ങളുടെ കൂടെ പിള്ളേർക്കൊക്കെ കാണാമല്ലോ. പുള്ളി വന്നു. അവിടുന്ന് ട്രെയിനിൽ കയറിയ 50 പൈസ കൊടുത്താൽ മതി. അമ്പലത്തിൽ നിന്ന് ഞങ്ങളുടെ താമ്പരത്ത് വരാൻ. ട്രെയിൻ എന്ന് പറഞ്ഞാൽ ഇലക്ട്രിക് ട്രെയിൻ ഉണ്ടെന്ന്, ഒത്തിരി സ്റ്റേഷനുണ്ടല്ലോ, നല്ല സ്പീഡിൽ പോകും. ഇപ്പോഴത്തെ നമ്മുടെ ഇവിടുത്തെ ഈ സ്പീഡ് ട്രെയിൻ പോലെ. എന്നിട്ട് പുള്ളി ഉദ്ഘാടനം നടത്തി. ഈ കൃതജ്ഞത പറയാൻ നേരത്തെ ഈ സ്വാഗതം ഒക്കെ ഞാൻ പ്രസിഡന്റ് പറഞ്ഞു. കൃതജ്ഞത പറയാൻ നേരത്ത് ഞാനാണല്ലോ കൃതജ്ഞത പറയേണ്ടതെന്ന് എഴുന്നേറ്റ് കഴിഞ്ഞപ്പോൾ എനിക്കൊന്നും വരുന്നില്ല. പ്രത്യേകിച്ച് പണ്ടാരെന്ന് പറഞ്ഞില്ലേ, ആഹ്ലാദം കൊണ്ട് എനിക്ക് സംസാരിക്കാനൊന്നും തോന്നുന്നില്ല. ഏതായാലും ഞാൻ ഈ കൃതജ്ഞത പറഞ്ഞപ്പോഴേ, ഈ അകൈതവമായ കൃതജ്ഞത എന്നാണല്ലോ സാധാരണ നമ്മൾ പറയാറുള്ളൂ. അതിന് ഈ തമിഴന്മാരൊക്കെ പറയുന്ന പോലെ അപാരമായ കൃതജ്ഞത എന്ന് പറഞ്ഞു. അതിനെല്ലാവരും കൂടെ കൂവി. അപ്പം പി ഭാസ്കരൻ പറഞ്ഞു, അപാരം എന്നിവിടെ പറയുന്നത് അകൈതവമായേക്കാൾ നല്ലതാണ് എന്ന് പറഞ്ഞ് ആശ്വസിപ്പിച്ച് അദ്ദേഹത്തിന് ട്രെയിനെ കൊണ്ടുപോയി കെട്ടി. 50 പൈസ ഞങ്ങൾ കൊടുത്തില്ല, പുള്ളി പോക്കറ്റിൽ നിന്ന് എടുത്ത് കൊടുത്തു. 1 രൂപയും കൊണ്ട് തന്നെ തിരിച്ചു പോവുകയും ചെയ്തു. അങ്ങനെ ഭാസ്കരനെ അന്ന് പരിചയപ്പെട്ടെന്ന് പറയായത്. പിന്നെ ഞാൻ കണ്ടിട്ടില്ല. ഇത് 2ാം വർഷ കാലം, അത് സെക്കൻഡ് ഇയറിൽ. അത് 56 ഞാൻ അവിടെ നിന്ന് പാസ്സായി പോന്നു. അത് കഴിഞ്ഞ് പിന്നെ 57 ഇവിടെ വന്നല്ലോ. 57 ഇവിടെ വന്നപ്പോൾ തന്നെ ഇവിടെ ഈ EMSൻ്റെ ഭരണം തുടങ്ങി. ഏപ്രിൽ 5 മാർച്ച് ചെയ്യാൻ പോകുന്നില്ലേ.
ഏപ്രിൽ 5 കഴിഞ്ഞത്തേനും എറണാകുളം ഡിസ്ട്രിക്റ്റാണ് നമ്മളിവിടെ. എറണാകുളം ഡിസ്ട്രിക്റ്റിലെ കോൺഗ്രസ് മണ്ഡലം മുട്ടത്തൊരെണ്ണം ഉണ്ടാക്കി. ഓരോ പഞ്ചായത്തിനും മണ്ഡലം ഉണ്ടായി. പ്രസിഡന്റ് എ വി ജോസഫ് സാറാണ് അന്നത്തെ DCC പ്രസിഡന്റ് എ വി ജോസഫ് സാർ. അപ്പോൾ അദ്ദേഹം ഇങ്ങനെ വന്ന് അദ്ദേഹത്തിൻ്റെ അധ്യക്ഷതയിൽ എനിക്ക് തോന്നുന്നത് ചെറിയാൻ കാപ്പനും കൂടെ ഉണ്ടായിരുന്നതാണ്. ഞങ്ങളെ ഇവിടെ പഴയ തിയേറ്റർ ഉണ്ടായിരുന്നു അവിടെ മീറ്റിംഗ്. അപ്പം അന്ന് ഇവിടെ കോൺഗ്രസ്സുകാർ മാത്രമേ ഉള്ളൂ നമ്മുടെ ഈ പഞ്ചായത്തിലെ. ഒരു 5-6 കമ്മ്യൂണിസ്റ്റുകാരുണ്ട്. അവർ എന്നും മീറ്റിംഗ് കൂടുമ്പോൾ വൈകിട്ട് അത് കുറേ ഇല്ലേ എനിക്ക് തോന്നുന്നു കാപ്പനാണോ വേറെ ആരാണോ ഉണ്ടായിരുന്നു. കാപ്പൻ പിന്നെ കാപ്പൻ ഇവിടെ ഇലക്ഷൻ വന്നിട്ടുണ്ട് പാർലമെൻറ്റിനെ. അന്ന് ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ട്. അങ്ങാര് വന്ന് ഇവിടെ പഞ്ചായത്ത് പ്രസിഡന്റ് പോത്തുങ്കില്ലച്ചാൻ, പ്രസിഡന്റ് PM ഫ്രാൻസിസ്. അപ്പം ഞാനിങ്ങനെ വന്നു ഇരിക്കുകയുള്ളൂ. എൻ്റെ ഡിഗ്രി റിസൾട്ടൊക്കെ വന്നിട്ട് ഇരിക്കുമ്പം ആരോ ഒരാൾ എഴുന്നേറ്റ് വന്ന് പറഞ്ഞു KJ മാത്യു BA എന്ന്. ആദ്യം എന്നെ BA എന്ന് വിളിച്ചത്. ആദ്യം ഒരാൾ നാട്ടുകാർ പറഞ്ഞു BA പ്രസിഡൻ്റാണോ എന്ന് പറഞ്ഞു. അന്നേരം വേറെ ആരുണ്ട് പറഞ്ഞു പഞ്ചായത്ത് പ്രസിഡന്റ് തന്നെയാണ് പ്രസിഡൻ്റായിരിക്കാൻ നല്ലത് എന്ന്. അത് പാടില്ല, അങ്ങാർക്ക് ഡ്യൂട്ടി കൂടും എന്ന് പറഞ്ഞ് പ്രസിഡൻ്റാക്കി. എല്ലാവരും കൈ അടിച്ചു. ചെറുപ്രായത്തിൽ തന്നെ അങ്ങനെ 22-ല്ലേ 56 21 ആയുള്ളൂ. 21 ആയപ്പോൾ എന്നെ മുട്ടം മണ്ഡലത്തിൻ്റെ പ്രസിഡൻ്റാക്കി. DCC മെമ്പറുമായി. എറണാകുളം മണ്ഡലം പ്രസിഡന്റ് എന്ന് പറയുന്ന ആളെ DCC മെമ്പറാണ്, അല്ലാതെ അതിന് സെലക്ഷനൊന്നുമില്ല. അങ്ങനെ ഞങ്ങൾ കുറേ DCC മെമ്പർമാർ എറണാകുളത്ത് കൂടാൻ തുടങ്ങി. മാസത്തിലൊന്നും സാർ വലിയ കർശനമാണ്. ആദ്യത്തെ മീറ്റിങ്ങിന് ചെന്നപ്പോൾ തന്നെ ഞാൻ ക്രിസ്ത്യൻ കോളേജ് മോഡലിൽ ഒരു ഷർട്ട് നോക്കിയിട്ടുണ്ട് ചെന്നത്. അന്നേരം പറഞ്ഞു ഇതൊന്നും നടക്കില്ല, കതർ തട്ടണമെന്ന് പറഞ്ഞു. എല്ലാവരും കതറിട്ടു. ഞാൻ പിന്നെ എറണാകുളത്ത് തന്നെ 2 കതറിനുള്ള 2 ഷർട്ടും ഷർട്ടിനുള്ള തുണിയും മേടിച്ച് ഇവിടെ വന്ന് കതറ് തയ്പ്പിച്ചു. അപ്പോൾ ഈ കതറ് മുണ്ടും കതറിടുന്നത് ഈ DCC മീറ്റിങ്ങിന് പോകുമ്പോൾ മാത്രമേ ഇടാറുള്ളൂ. കാരണം ഇത് ഇട്ട് കഴിഞ്ഞാൽ വൈകുന്നേരം ആവുമ്പോഴത്തേനും തീരെ ചെളിയും പറ്റി തീരെ മോശമാവും. എന്നും അലക്കാൻ പറ്റുമോ? അന്ന് തന്നെ അലക്കണം, അല്ലാതെ ഈ വെളുത്തേടം കൊണ്ട് അലക്കുക എന്നൊക്കെ പറയുന്നതൊക്കെ എളുപ്പമല്ല. മുട്ടത്ത് നാൾ വരണം, അത് അന്ന് കഴിയണം, അത് നടക്കില്ല. എന്നിട്ട് വേണ്ടത് വെച്ചു. അങ്ങനെ DCC പ്രസിഡൻ്റായി കഴിഞ്ഞാഴ്ചിട്ടാണ് പതുക്കെ എന്തെന്നാ സമരങ്ങൾ, വിമോചന സമരം. അന്ന് അക്കാലത്തെ ഓർമ്മയില്ലേ? അക്കാലത്തെ മുഴുവൻ ഓർക്കുന്നുണ്ട്. മുഴുവൻ കാരിക്കോടായിരുന്നല്ലോ. അതെ, ഞങ്ങളുടെ കാരിക്കോട് മണ്ഡലവും അത് തൊടുപുഴ മണ്ഡലമായിരുന്നു. ഞങ്ങളുടെ MLA അന്ന് എനിക്ക് തോന്നുന്നത് AC ചാക്കോയായിരുന്നു. 57 കുസുമൻ ജോസഫ്. അല്ലല്ല, AC ചാക്കോ അതിന് മുന്നൊന്നും ആയിട്ടുണ്ടല്ലോ. അത് കുമാരമംഗലം മണ്ഡലം. അത് കഴിഞ്ഞ അല്ലല്ല, തൊടുപുഴ കാരിക്കോട് മണ്ഡലം. കരിക്കോട് 57 ഇത് കാരിക്കോട് മണ്ഡലം. 57 60 കുസുമൻ ജോസഫാണ് MLA ആവുന്നത്. അന്ന് അതിനു മുമ്പ് AC ചാക്കോ സാർ കുമാരമംഗലത്ത് എനിക്ക് വലിയ ഓർമ്മയില്ല കാര്യത്തിൽ. ഈ നമ്മുടെ ഈ ഷാപ്പിൻ്റെ ലേല സമയത്തെ പണം തികയല്ലോ. ഞങ്ങളോട് ഇങ്ങനെ ഒന്നും ചോദിക്കുമായിരുന്നു. ചോദിച്ചാൽ പറയാം. അഡ്വക്കേറ്റ് NJ മാത്യുവിൻ്റെ ഒരു ഫ്രണ്ടായിരുന്നു. NJ മാത്യു പറഞ്ഞു, ആദ്യം തൊടുപുഴ അറിയപ്പെടുന്ന ആളല്ലേ. അങ്ങാരും പിന്നെ കൊച്ചുപറമ്പിലെ നമ്മുടെ പഴയ MLA ഇല്ലേ KM ജോർജ് സാർ, KM ജോർജ് സാറിൻ്റെ മകൻ രാജു എന്ന് പറഞ്ഞൊരു പയ്യൻ, അങ്ങാരും കൂടെ കൂട്ടുകൂടിയിട്ട് തൊടുപുഴ കള്ളുഷാപ്പ് പിടിക്കണം.